കിലോമീറ്റർ ഉണ്ട്. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് 14 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മണ്ണൂർ വളവ് ഈ ചിത്ര സിനിപ്ലസ് ഇതിലേക്ക് വന്ന് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. സിനിമ കണ്ടിട്ട് അതിൻ്റെ സൗണ്ട് സിസ്റ്റം അഭിപ്രായങ്ങൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും സൗണ്ടിൻ്റെ സിസ്റ്റമാണ്. ഈ ഒരു തിയേറ്റർ ഇവിടെ രണ്ടാമത് കൊണ്ടുവരാനുള്ളൊരു കാരണം തന്നെ നമ്മുടെ സമീപ പ്രദേശങ്ങളായ ഫറോക്ക് പഞ്ചായത്ത്, കരുത്തിരുത്തി, ബേപ്പൂര്, പള്ളിക്കുന്ന്, ചെട്ടിപ്പടി, ചേലേമ്പ്ര, യൂണിവേഴ്സിറ്റി ഭാഗങ്ങളിലൊന്നും തിയേറ്ററില്ല. അപ്പം അതിൻ്റെ ഒക്കെ ഒരു സെൻ്ററായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ ആളുകൾക്ക് വളരെ സൗകര്യമാകും എന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇത് രണ്ടാമത് ഇവിടെ ഞാൻ ഇത്രയും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ ചെയ്യാൻ എനിക്ക് മനസ്സിലാവും. അതിലിടക്കാണെങ്കിൽ കുറച്ച് നിപ്പ ഇവിടെ വന്നു. അങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിൽ കുറച്ച് ഇത് വന്നു. എന്തായാലും നമ്മൾ വരേണ്ട സംഭവം അത് തടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇനിയും നമുക്ക് ഒക്കെ നേരിട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവാം. പ്രേക്ഷകരോടൊന്നും നിങ്ങൾ ഓക്കെ. ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് നമ്മുടെ കാസർഗോഡുള്ള ഈ ചിത്ര സിനിപ്ലസിലെ ഈ ഇതിൻ്റെ നമ്മളെ ഫിലിം ഓപ്പറേറ്ററാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓപ്പറേറ്റർ എടുത്ത് നമുക്ക് ചോദിക്കാം ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പരിചയപ്പെടാം. എന്തെങ്കിലും പറഞ്ഞ വിശേഷം പറ. നിൻ്റെ പേരെന്ന് പറയാമോ? നീ എവിടെയാണ് സ്ഥലം? കാസർഗോഡ്. അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും 6 മാസം. അപ്പോൾ നമുക്ക് ഈ ചിത്ര സിനിമസിൻ്റെ ഈ സൗണ്ട് സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് എനിക്കൊന്ന് ഇതിൽ റൂമൊന്ന് കാണാൻ പറ്റുമോ? അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചിത്ര സിനിമസിൻ്റെ ഈ സൗണ്ട് സിസ്റ്റങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് കൂടെ ഉണ്ടോ? ഇതാണ് 4K പ്രൊജക്ടർ, ലേസർ 4K പ്രൊജക്ടർ. ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ്. സൗണ്ട് സിസ്റ്റം. ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ്. നമ്മുടെ AC ആയിട്ട് വെച്ച് ഭയങ്കര തടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ മണ്ണൂർ വളവിലെ ചിത്ര സിനിമസിലെ പ്രൊജക്റ്റിൻ്റെ ഈ DTS സിസ്റ്റം ഏതൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്തതൊക്കെ എത്ര സിസ്റ്റങ്ങളൊക്കെയാണ് ഒന്ന് പറയാമോ? DTS X അത് മാത്രമല്ല Dolby Atmos. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതിൻ്റെ സിസ്റ്റങ്ങൾ എന്താണെന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ വന്നിട്ട് ഈ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ നമ്മളെ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുന്നത്? ഈ സുഹൃത്ത് നമ്മൾ കാസർഗോഡുകാരാണ്. നമ്മൾ കാസർഗോഡൊക്കെ നമ്മളെ ഫ്രണ്ട്സുകളാണ്. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ എന്താ പറയുന്നത്? അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഈ സിസ്റ്റമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ. ഇതാണ് പ്രൊജക്റ്റിൻ്റെ ഈ സിസ്റ്റങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫ്രിഡ്ജ് മാത്രം കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ AC ഇറക്കി തടുത്തിട്ടാണ് വരിക. AC പറ്റില്ല. അപ്പോൾ ഈ സിസ്റ്റം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ വന്നിട്ട് ഈ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം സിനിമ കണ്ടിട്ട് ആ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിനൊക്കെ കമൻറ്റായി അയക്കണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയാം. സൗണ്ട് സിസ്റ്റത്തില് കേരളത്തില് രണ്ടാമതുള്ള സൗണ്ട് സിസ്റ്റം വയനാട് രണ്ടാമത്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ സൗണ്ട് സിസ്റ്റം ഇവിടെ ഈ മണ്ണൂർ ചിത്ര സിനിമയിൽ വന്നാൽ മാത്രമേ ആ സൗണ്ട് ആസ്വദിക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒരു ചിത്ര സിനിമയിൽ വരുമ്പോൾ ഓരോ ഭംഗിമാരും അപ്പോൾ പ്രേക്ഷകർക്ക് ആകർഷിക്കുന്ന പടം ഞാൻ മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് ഭയങ്കര തിരക്കാണ് നമ്മൾ ഈ ചിത്ര സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകതകളാണ് ആളുകളെ ആകർഷിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം എനിക്ക് പറയാൻ കണ്ടില്ല. എല്ലാവരും നമ്മുടെ വീണ്ടും നിങ്ങൾ എന്താ ഉറപ്പത്? അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറയാതെ അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ അവസാനം പ്രൊജക്റ്റിന്റെ കാര്യങ്ങളൊന്നും പരിചയപ്പെട്ടാൽ
നമ്മുടെ സുഹൃത്താണ്. ഒരു പേര് ഇപ്പൊ കാസർഗോഡാണ്. പിന്നെ ഇവിടെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ നമ്മളെ സുഹൃത്തായി. ഇനി അവിടെ നമ്മളെ ഇങ്ങനെ പരിചയം ഉണ്ടാവും. അപ്പൊ നിങ്ങളും ഇവിടെ ഈ സിനിമ കണ്ടിട്ട് ഇവരുടെ സിനിമയും കണ്ട് അതിന്റെ അഭിപ്രായങ്ങളും അറിയാം. അപ്പൊ നമുക്കെല്ലാം വ്യക്തിപരമായ സന്ദർഭം നമ്മുടെ നാട്ടില് സിനിമ വരുമ്പോൾ ഒരുപാട് ദൂരങ്ങളിൽ പോകണം. അപ്പൊ ആളുകൾക്കൊക്കെ വളരെ എളുപ്പമാണ്